ഇവിടെ നിർത്ത്. ഞാൻ വെയിറ്റ് ചെയ്യണോ? വേണ്ട, നീ പൊക്കോ. ഇവിടെ ഇത്തിരി സമയം എടുക്കും. ചിത്രയ്ക്ക് എന്തോ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനോട് വരണോ? പൊക്കോ, ഇവിടെ നിക്കണ്ട. നിന്നെ സമ്മതിക്കണം കേട്ടോ, ഇക്കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള ലവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതൊക്കെ ഒരു ഫീലിംഗാ മോളെ. എന്ത് ഫീലിംഗ്? ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, അതാണ് പൊളി. അതാവുമ്പോ കമ്മിറ്റ്മെന്റ് വേണ്ട. എങ്ങനെ? പക്ഷെ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ എന്ത് ബന്ധം? നിന്നോട് വാദിക്കാൻ ഞാനല്ല മോളെ പോവാ. അല്ല, നിനക്ക് ഇവിടുന്ന് ഇമ്മാതിരി കോസ്റ്റ്യൂം സെൻസ് ഒക്കെ കിട്ടിയേ? ഇതൊക്കെ ഡ്രാമയിലാണ്. ഞാൻ ഇന്നലെ അയച്ചെന്ന ഡ്രാമ സീരീസ് നീ കണ്ടിരുന്നു? ഇല്ല, കുറച്ച് കണ്ടു, പിന്നെ നിർത്തി. എനിക്ക് വെജ് ഡ്രാമ തീരെ ഇഷ്ടമല്ല. നോൺ വെജ് ആയിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. എവിടെ പോയതാ? ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്യാൻ പോയതാ. നീ എന്താ ലേറ്റ്? ആടാ, അവളെ കൊണ്ട് ചെക്കപ്പിന് പോകണമായിരുന്നു. വലിയ തിരക്കുണ്ടായിരുന്നില്ല, പെട്ടെന്ന് വരാൻ പറ്റി. മറ്റേ പായസം എന്തുപോയി? അത് നൈസായിട്ട് ഡീൽ ചെയ്തില്ലേ? പഴനിയിലെ പായസം സുഖപ്രസവത്തിന് അടിപൊളിയാന്ന് പറഞ്ഞ് അമ്മ 2 ടീസ്പൂൺ എടുത്ത് അവൾ കൊടുത്തു. അവളെ തേച്ച് ഞാൻ സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു. അങ്ങനെ മനസ്സിലായില്ല. ഏയ്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. എന്താ പരിപാടി? എടാ, നാളെ ജെനിയുടെ ബർത്ത്ഡേയാ. അവക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. ഒത്തിരി കാശാവാൻ പാടില്ല, പക്ഷെ അവള് ഞെട്ടണം. എടാ, ഞാൻ ലേറ്റായി, പിന്നെ പറഞ്ഞുതരാം. ഓക്കെ? എടാ, അതെ, പൈസ ചെലവില്ലാത്ത കാര്യം മതി. എന്റെ കയ്യിൽ 5 പൈസ ഇല്ല കേട്ടോ. നിന്റെ ഞാൻ കാശ് മേടിക്കും. കാശിന്റെ വകയൊക്കെ എന്റെ ഉണ്ട്. നീ ഐഡിയ പറ. അത് പറഞ്ഞുതരാം. വൈകിട്ടോ ലേറ്റായി, ഞാൻ പോട്ടെ. വിട്ടോ വിട്ടോ. ഓക്കെ. മോൾ ഇവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. ഞാൻ നിന്നെ എവിടൊക്കെ നോക്കി. ഇന്നെന്താ ആങ്ങളൊക്കെ ഒരു സ്നേഹം? സ്വന്തം പെങ്ങള് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയോ നോക്കണ ചേട്ടന്റെ ധർമ്മമല്ലേ? അല്ലേ? നോക്കണ്ട, കാക്കയൊന്നും മലർന്ന് പറഞ്ഞിട്ടില്ല. ഓ, നടക്കട്ടെ. എന്ത് നടക്കട്ടേന്ന്? ഒന്ന് പോയി തരുജോലെ, ഞാനൊന്ന് പഠിച്ചോട്ടെ. പഠിച്ചാ മതി. അവസാനം എൻട്രൻസ് കിട്ടിയില്ലെങ്കിലേ അപ്പം നിന്നെ ശരിയാക്കും. ഓ, ഇയാൾക്ക് വലിയ ബിടെക് കിട്ടിയിട്ട് ഇവിടെ തെണ്ടി നടന്നിട്ട് പപ്പ ഒന്നും പറഞ്ഞൊന്നുമില്ലല്ലോ. അപ്പൊ എനിക്കും കുഴപ്പമൊന്നുമില്ല. മോളെ, എന്റെ പ്രോജക്റ്റ് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇന്ത്യ അറിയപ്പെടുന്ന ആനിമേറ്റർ ആവും ഞാൻ. എന്നിട്ട് ഞാൻ ഇതിനുള്ള മറുപടി പറയും. ഓക്കെ? ഓ, അപ്പൊ കാണാം. ഓ ഓ ഓ ഓ. ഹലോ റോണി സാറേ, ഞാനൊരു പുതിയ പ്രോജക്റ്റ് മെയിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലല്ല, ഇത്തവണ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു കണ്ടന്റ്. സാറൊന്ന് ചെക്ക് ചെയ്യണം. ശരി സാർ, താങ്ക് യു. എടാ, നീ ഗൂഗിൾ പേ നോക്കിയായിരുന്നോ? ഇല്ല, എന്തേ? ചോദിച്ചാ. ഇതെപ്പോ അയച്ച്? നീ 2 മിസ് കോൾ അടിച്ചില്ലേ? അപ്പൊ തോന്നി പൈസക്ക് ആവശ്യമുണ്ടെന്ന്. എടാ, നീ എന്റെ ചങ്കിലെ ചോരയാടാ. നിന്നോട് ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ട് നീ നോക്കിയോ? ഗിഫ്റ്റ് ഞാൻ ആലോചിച്ചിട്ട് അങ്ങനെ ഐഡിയ ഒന്നും കിട്ടുന്നില്ല. നീ ഒരു കാര്യം ചെയ്ത് നീ അവളെ തന്നെ വിളിച്ചു നോക്കി. ഇത്രേ ഉള്ളൂ. വിളിക്കാല്ലേ? വിളിക്ക്. നിന്റെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു സാധനം മേടിക്കാലോ. ഹലോ ജെനി, ഞാൻ അയാൾക്കൊരു ഗിഫ്റ്റ് മേടിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കൂ. ചക്കരക്ക് എന്തുവാ വേണ്ടേ? എന്തുവാ? ഓക്കെ. എന്താ പറഞ്ഞ? ഇതെന്താ ഞെട്ടിയിരിക്കുന്നേ? എന്തെറ്റി? അല്ല, വളരെ സിമ്പിൾ ഗിഫ്റ്റ്. ഇത്രയും ചെറിയ ഗിഫ്റ്റ് പറയാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞെട്ടിയതാ. എന്നാ ഞാനും ഞെട്ടട്ടെ. എന്താണ് സംഭവം? അല്ല, നീ മാറിക്ക്. സമയമില്ല, കടയടയ്ക്കാൻ സമയം. മാറിക്ക്. അവൻ വരട്ടെ. എടാ, ഇറങ്ങടാ, ബിസിയാടാ ഞാൻ. അവൻ വരട്ടെ. മാറ്. അതേ വന്ന് മാറ്. വാ, കലിപ്പിലാണല്ലോ. പിടിക്കേ, പോവാ. എടാ, ഞങ്ങളെന്നാ ഇറങ്ങാം. ശരി, ചേട്ടാ, ബൈ ബൈ. അപ്പൊ നീ എന്റെ പാർട്ടിക്ക് വരുന്നില്ലേ? എടാ, എന്റെ ബ്രേക്കപ്പ് പാർട്ടിയാ. അവനിന്നൊരു സന്ധ്യ പ്രാർത്ഥന ഉണ്ട്. ജെനിയുടെ അവിടെ ആയിരിക്കും. അതെ. എന്നാലും എന്റെ പാർട്ടിക്ക് വരായിരുന്നു. ഇല്ലടാ, ഞാൻ അടുത്ത ബ്രേക്കപ്പിന് കൂടാ. കളിയാക്കണ്ടോ ജോലെ? എനിക്കും വരും ഒരു ത്രൂ ഔട്ട്. ഓ, ആയിക്കോട്ടെ. ശരിയടാ, ടാറ്റ. പൊക്കോ.
എന്താടാ ഇവിടെ? ചുമ്മാ പിന്നെ ചുമ്മാ വന്നിരിക്കാ. ഇത് വേളാങ്കണ്ണി പള്ളിയല്ലേ? എന്തായാലും അങ്കിളിന് സന്തോഷമായി. എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ ഒരാളാ. എനിക്ക് പോണം, പ്രോജക്റ്റിന് സാധനം മേടിക്കാനുള്ള. എത്ര രാത്രിയായാലും എന്ത് സാധനമായാലും എന്റെ അങ്കിള് വാങ്ങിച്ചു. വണ്ടി എടുക്കേ, വണ്ടി ഇടാ. ഇങ്ങനെ എന്നടാ എല്ലാരും തുടങ്ങണേ, പ്രോജക്ട് റിപ്പോർട്ട് എന്നൊക്കെ പറയുമോ? അങ്കിളെ വീട്ടിലല്ലോ അല്ലേ? പണ്ട് നീ നേരെ എടുക്കല്ലേ? പതുക്കെ പോണേ. അടക്കി. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? കോണിപ്പടി കയറുന്ന കുറച്ച് കഷ്ടപ്പാടാ. അയ്യോ, എന്നാ ഞാൻ നിനക്ക് ഹെലികോപ്റ്റർ വാങ്ങിച്ചു തരാം. മാറിക്കടാ, ചെല്ലേ പോയി ബാഗ് എടുക്ക. എവിടെ സാധനമൊക്കെ ഉണ്ട്. 12 മണിയാകുമ്പോ എടുക്കാം. എടാ പൊട്ടാ, ആ ക്ലോക്ക് വർക്ക് ആവില്ല. എടുക്ക്. അങ്ങോട്ട് നോക്കിക്കേ. എന്തിനാ? നോക്കിക്കേ പ്ലീസ്. എങ്ങോട്ടെ? ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. ഇഷ്ടപ്പെട്ടോ? അല്ല, വണ്ടിയില്ലാത്ത എനിക്ക് എന്തിനാണ് ഹെൽമെറ്റ്? വെച്ചോ, നാളെ ആവശ്യം വരും. സാധനം എടുക്ക. എടുക്ക്. എവിടെ? ഞാനെന്നാ പോയി ഗ്ലാസ് എടുക്കട്ടെ. ബിയർ കുപ്പിയോടടിക്കുന്ന ഫിറ്റ് മൂസാവണ്ടേ? അങ്ങനല്ല. എടുക്ക. ദൂരടിച്ച് ഫിറ്റാവല്ലേ? ഞാനോ? ഇതൊക്കെ എവിടുന്ന് പഠിക്കുന്ന ഈ പേരൊക്കെ? ആമ്പിള്ളേര് പോലും കേട്ടില്ലല്ലോ. സോജു, നിങ്ങൾ കേൾക്കാത്ത പല സാധനങ്ങളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പെണ്ണെന്നെ സുമ്മാവാ. മോളെ, ആദ്യം ഒരു പ്ലേറ്റിൽ ഉപ്പുപൊടി ഇട്ട് ഒരു ഗ്ലാസ് എടുത്ത് കമഴ്ത്തി വെച്ച് കറക്കുക. എന്നിട്ട് മുളകരിഞ്ഞ് ഗ്ലാസ്സിലേക്ക് ഇടുക. ഇനി അതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. പിന്നെ നമ്മുടെ കൊറിയൻ സ്പെഷ്യൽ ഐറ്റം സോജു അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം സോജുവിന് നോവാത്ത രീതിയിൽ സോഡ അങ്ങ് ഒഴിക്കുക. അപ്പൊ പതഞ്ഞു വരുന്ന കാണാം.
വേണമെങ്കിൽ ഒരു റൊമാൻറ്റിക് മൂഡിന് വേണ്ടി ഒരു സ്ട്രോബെറി കൂടി പിഴിഞ്ഞൊഴിച്ച എന്റെ മോളെ സംഭവം കളറാവും. ഇതുപോലത്തെ കൂട്ടുകാരി ഒന്നേ ഉള്ളോ? ഒരെണ്ണേ ഉള്ളൂ. ധാരാളം.